ഇന്ന് ഞാൻ ബസ്മതി റൈസ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയ ഡിഷാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് സാധാരണ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ചെയ്യണമാതിരി തന്നെയാണ് ചെയ്യുക, പക്ഷെ അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത്. കാരണം ഇത് നമ്മൾ വെള്ളം തീരെ ചേർക്കുന്നില്ല, വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് നമ്മൾ ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നല്ല കഴുകി വെള്ളം വാറ്റിയിട്ട് എടുത്ത് വെക്കണം. ഒരു 2 സ്പൂൺ നെയ്യ്, കുറച്ച് എണ്ണ, അത് സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള, കുറച്ച് ഗ്രീൻ പീസ്, ഒരു 1/4 തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു 4-5 ബീൻസ്, കുറച്ച് കൊത്തമല്ലിയുടെ ഇല, കുറച്ച് പുതിനയുടെ ഇല, ഒരു 5 പച്ചമുളക്, 2 കപ്പ് തേങ്ങാപ്പാൽ. നമ്മൾ ഏത് കപ്പിലാണ് അരി എടുത്ത് വെച്ചാൽ അതേ കപ്പിൽ 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെന്നില്ല, നമ്മൾ പായസത്തിലൊക്കെ എടുക്കണ മാതിരി 2ാമത്തെ പാല് അതേമാതിരി എടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്കുള്ള സ്പൈസസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഒരു 4 ഗ്രാമ്പൂ, 4 പട്ട, ഒരു 4 ഏലക്കായ, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ബിരിയാണി ഇല എന്ന് പറയില്ലേ, ആ ഇല ഒരു 6 എണ്ണം വേണം. അതാണ് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത്. അതിൻ്റെ സ്മെല്ലാണ് ഈ റൈസിൽ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കേണ്ടത്. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയും നെയ്യും നല്ല ചൂടായി വരുമ്പോൾ സ്പൈസസ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. സ്പൈസസ് ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെട്ടി വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 തക്കാളി എടുക്കാൻ പാടുള്ളൂ. തക്കാളിയുടെ പുളി അധികം ഉണ്ടാവാൻ പാടില്ല. പച്ചമുളകും അതിൽ ചേർത്ത് കൊടുക്കണം. അത് സവാള വഴറ്റുമ്പോൾ തന്നെ പച്ചമുളകും അതിൽ ചേർത്ത് കൊടുക്കുക. സവാളയും പച്ചമുളകും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേക കാര്യം, നമ്മൾ ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ ചേർക്കണം. ഇതിലേക്ക് 4 ബീൻസ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രീൻ പീസ്, ക്യാരറ്റ്, പുതിനയില, കൊത്തമല്ലി ഇല എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബിരിയാണി മസാല, ഗരം മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് നല്ല ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെജിറ്റബിൾസ് വേകണ വരെ കുറച്ച് നേരം മൂടി വയ്ക്കുക. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി ചേർക്കുക. സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഒരു 10-20 നിമിഷം മൂടി വയ്ക്കുക. റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് പാത്രം മൂടിയിട്ട് അതേമാതിരി വെക്കണം. നമ്മുടെ നല്ല ബ്രിഞ്ച് റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.